വെൽക്കം ടു സ്മാർട്ട് ട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് 8+1 എക്സാമിൽ എന്തായാലും A+ കിട്ടാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പാസ്സാവാനായിട്ടോ അല്ല ഡബിൾ പാസ് വാങ്ങാനായിട്ടോ അല്ല ഏറ്റവും ഹാർഡ് എന്ന വലിയ മാർക്കിന് വരുന്ന 2 ചാപ്റ്റേഴ്സ് ഒഴിവായിക്കൊണ്ട് തന്നെ A+ കിട്ടാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ പറയാൻ പോകുന്നത് പാസ് മാർക്കിന് മേലെ മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ ഡോട്ടിട്ട ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണി സെക്ഷൻ, ഇതിനെല്ലാം 7 മാർക്കാണ്. അപ്പോൾ ഒരു ട്രിഗണോമെട്രിയും ഒരു ലിമിറ്റ്സ് ഇല്ലാതെയാണോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സ് ഏതെങ്കിലും 3 പഠിക്കുകയാണെങ്കിൽ തന്നെ എന്തായാലും നിങ്ങൾ ഒട്ടും പഠിക്കാത്ത ആളാണ് പാസ്സാകുക. പിന്നെ മറ്റ് ചാപ്റ്റേഴ്സിനെ കുറച്ച് സബ്ജക്റ്റ് നിങ്ങൾക്ക് മെയിനായിട്ടുള്ള പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം ആവറേജ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങളിപ്പോൾ എക്സ്ട്രാ കാണുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് 6 മാർക്കിന് വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ 6 മാർക്കിന് വരുന്ന സീക്വൻസ് ആൻഡ് സീരീസ്. ഇത് രണ്ടും കൂടി നിങ്ങൾ ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒപ്പം ഈ ഒരു 2 ചാപ്റ്റേഴ്സ് കൂടി പഠിക്കുകയാണ് നിങ്ങൾക്ക് ഡബിൾ പാസിന് മേലെ എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി A+ വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം ഞാൻ വീണ്ടും ഒരു 2 ഡോട്ട്സ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റ്സും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും കൂടി ഡോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നമുക്ക് 58 മാർക്കാണ് കിട്ടുക. അപ്പോൾ എന്തെങ്കിലും തെറ്റാണെങ്കിൽ തന്നെ ഒരു 52 മാർക്ക് A+ വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തെറ്റാണെങ്കിലും A+ അങ്ങനെ കുറഞ്ഞൊന്നും പോലെ ഈ ഒരു ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുകയാണെങ്കിൽ. ഇനി ഏറ്റവും ഹാർഡായിട്ടുള്ള ലിമിറ്റ്സും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ഹാർഡായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് രണ്ടും വിട്ടിട്ട് A+ കിട്ടാനായിട്ട് നിങ്ങളില്ല ആ ഒരു 2 ചാപ്റ്റേഴ്സ് ഒഴിവാക്കുക. ഞാനീ പറഞ്ഞ 7 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സും അതിനൊപ്പം തന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള 4 മാർക്കിൻ്റെ ആയിട്ടുള്ള സെറ്റ്സ്, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷൻ, പ്രോബബിലിറ്റി, ഇതിലേതെങ്കിലും 2 ചാപ്റ്റേഴ്സ് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് A+ ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ എത്താണോ പഠിക്കാൻ സമയത്തിനനുസരിച്ച് പഠിക്കാനുള്ളത് അതിനനുസരിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ ഇനി ഫുൾ മാർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ വിടാതെ തന്നെ പറ്റുന്നത്ര പഠിക്കാം. അപ്പോൾ അഥവാ നമ്മൾ ഒരു ചാപ്റ്റർ വിട്ടിട്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്ക് 2 മാർക്ക് പോയാൽ തന്നെ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ പറ്റുന്നത്ര മാക്സിമം ഫുള്ള് പഠിക്കുക. അങ്ങനെ വേണ്ടവരെന്തായാലും ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു.